ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ ഇംഗ്ലീഷിൻ്റെ ആൻസർ കീ ആണ് കേട്ടോ നോക്കുന്നത്. 6ാം ക്ലാസ്സിൻ്റെ സെക്കൻഡ് ടേമിൻ്റെ ഇംഗ്ലീഷിൻ്റെ ആൻസർ കീ. അപ്പം നിങ്ങളിതൊക്കെ വായിച്ചിട്ടുണ്ടാവും. ഞാൻ വേഗം ആൻസർ പറയാം. വാട്ട് ഈസ് ദ പ്ലസൻറ്റ് തിങ് എ ചൈൽഡ് ക്യാൻ ഡു? അതിൻ്റെ ആൻസർ എന്താ? ഗോയിങ് അപ്പ് ഇൻ എ സ്വിങ് അല്ലേ? ഓപ്ഷൻ സി ആണ് കേട്ടോ. ഗോയിങ് അപ്പ് ഇൻ എ സ്വിങ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡസ് ദ ചൈൽഡ് സീ when the swinging over the wall? ഓക്കെ, അതിൻ്റെ ആൻസർ ബി ആണല്ലേ, റിവേഴ്സ്, ട്രീസ് ആൻഡ് കാറ്റിൽ. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പിക്ക് ഔട്ട് 2 pairs ഓഫ് റൈമിംഗ് വേർഡ്സ് ഫ്രം ദി പോയം. ഓക്കെ, ഓക്കെ, ഇവിടുത്തെ റൈമിംഗ് വേർഡ്സ് ഏതാണ്? നമുക്ക് സ്വിങ്, തിങ് കൊടുക്കാം അല്ലേ? പിന്നെ വാൾ, ഓൾ. അടുത്തതോ ബ്രൗൺ, ഡൗൺ അല്ലേ? അപ്പോൾ ഇത്രയാണ് ഇതിലെ റൈമിംഗ് വേർഡ്സ് അല്ലേ? സ്വിങ്, തിങ്, വാൾ, ഓൾ, ബ്രൗൺ ആൻഡ് ഡൗൺ. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് എൻ എക്സാമ്പിൾ ഫോർ അലിട്രേഷൻ ഫ്രം ദി ഗിവൻ ഓപ്ഷൻസ് ബിലോ. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ, ഗാർഡൻ ഗ്രീൻ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡസ് ദ സ്വിങ് ഇൻ ദ പോയം മൂവ്? എങ്ങനെയാണ്? അപ്പ് ആൻഡ് ഡൗൺ അല്ലേ? ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, നമ്മളോടൊരു സ്പീച്ച് തയ്യാറാക്കാനാണ് അല്ലേ? അസംബ്ലിയിൽ പറയാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പീച്ച് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. ടോപ്പിക് എന്താ? റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ ആൻഡ് വുമൺ അല്ലേ? റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ ആൻഡ് വുമൺ. അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ സ്പീച്ചിന് ആദ്യം തന്നെ ഒരു ഓപ്പണിംഗ് വേണം അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓപ്പണിംഗ് കൊടുക്കാം. ഞാനിവിടെ കൊടുത്തത് നോക്കാം. റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, എ വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. അത് നിങ്ങൾക്ക് വേറെ രീതിയിലും കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ അടുത്ത ഒരു സെൻറ്റൻസ് തുടങ്ങുന്ന പോലെ തുടങ്ങിയിട്ട് കുറച്ചൊരു സ്പേസ് വിട്ട് വേണം എഴുതാൻ. ടുഡേ ഐ വുഡ് ലൈക്ക് ടു ടോക്ക് എ ഫ്യൂ വേർഡ്സ് അബൌട്ട് റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ ആൻഡ് വിമൻ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ടുഡേ ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് അബൌട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടോപ്പിക്ക് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഇതുപോലെ എഴുതി ചേർക്കുക. നിങ്ങൾ നോക്കി എഴുതണം കേട്ടോ. We are so lucky people. We have clothes, food and education. But there are so many children around the world who are suffering to get their basic needs. In some families, children are forced to work to meet their daily expense. അത് ഡെയിലി എക്സ്പെൻസ് എന്ന് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ നമുക്ക് ടു മീറ്റ് ദെയർ ഫാമിലി എക്സ്പെൻസ് എന്നോ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് എഴുതാവുന്നതാണ്. രണ്ടും സെയിം തന്നെ കേട്ടോ. ലൈഫ് ഈസ് നോട്ട് സെയിം ഫോർ എവറി വൺ. Childhood is for learning, not for labor അല്ലേ? Children have same human right as adults. Every child has the right to education and protection. But in some family, female child are given poor education or no education. So, women child are not able to get good job. So, they are hardly to get economic independence. ഓക്കെ, എക്കണോമിക് ഇൻഡിപെൻഡൻസ്. ഇനി അടുത്തത് നമ്മൾ അടുത്ത പോയിൻ്റായിട്ട് പാരഗ്രാഫായിട്ടാണ് കേട്ടോ എഴുതുന്നത്. കുറച്ച് സ്പേസ് വിട്ടിട്ട് എഴുതണം. നിങ്ങൾ നന്നായിട്ട് എഴുതി ചേർക്കണം കേട്ടോ. ഓക്കെ, നിങ്ങൾ സ്പെല്ലിങ്ങും ഫുൾ സ്റ്റോപ്പൊക്കെ നോക്കി ശ്രദ്ധിച്ച് വേണം എഴുതാൻ കേട്ടോ. എക്കണോമിക് ഇൻഡിപെൻഡൻസ് ഈസ് ദ ഓൺലി കീ ടു വുമൻ എംപവർമെൻറ്റ്. ഓക്കെ, എന്നിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടുക. ബൈ എംപവറിങ് വുമൻ ക്യാൻ ഓൾസോ ഹെൽപ്സ് ടു റെഡ്യൂസ് ദ ചൈൽഡ് ലേബർ. The quality education is the way to women empowerment. So it is necessary to give better education to our girl child and stop violence against women. Thank you. നിങ്ങൾക്ക് കുറച്ച് പോയിൻറ്റ്സ് കൂടുതൽ അറിയാമെങ്കിൽ അതും ചേർത്ത് എഴുതാം കേട്ടോ. ഞാനിവിടെ സിമ്പിളായിട്ട് എഴുതി കാണിച്ചതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ.
ഓക്കെ, അടുത്തത് എന്താണ്? ഒരു കോൺവെർസേഷൻ ഏതാണല്ലേ? ഇൻ ദി സ്റ്റോറി ദ റൈറ്റ്ഫുൾ ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദി എർത്ത്, ബഷീർസ് വൈഫ് ആൻഡ് ഹെർ കസിൻ ഡിസൈഡഡ് ടു ഷൂട്ട് ദി ബാറ്റ്. Seeing the gun, some of the villagers became anxious and went towards them. അപ്പം ബഷീറിൻ്റെ വൈഫും കസിനും കൂടി ബാറ്റിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവുക അല്ലേ, ബാറ്റിനെ കൊല്ലാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവർക്കിടയിലുള്ളൊരു കോൺവെർസേഷൻ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊന്ന് നോക്കിയാലോ. ഞാനിവിടെ ഷോർട്ട് ഫോം ആട്ടോ എഴുതിയിട്ടുള്ളത്. വില്ലേജ് ലീഡറിന് VL എന്നും ബഷീറിൻ്റെ വൈഫിന് BW എന്നുമാണ് കേട്ടോ ഇട്ടത്. അപ്പം ആദ്യം ചോദിക്കും ഹൂ ആർ യു എന്ന് ചോദിക്കും അല്ലേ. വില്ലേജ് ലീഡർ ചോദിക്കും നിങ്ങൾ ആരാന്ന് ചോദിക്കും. ബഷീറിൻ്റെ വൈഫ് പറയും ഐ എം ബഷീർസ് വൈഫ് ആൻഡ് ദിസ് ഇസ് മൈ കസിൻ, ഇതെൻ്റെ കസിനാണെന്ന് പറയും. അപ്പോൾ അടുത്ത കോൺവെർസേഷൻ എന്താ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ആർ യു ഡൂയിങ് ഹിയർ വിത്ത് ദ ഗൺ, നിങ്ങളിവിടെ ഈ തോക്കുമായിട്ട് എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പം ബഷീറിൻ്റെ വൈഫ് പറയും ഐ വാണ്ട് ടു കിൽ ദ ബാറ്റ്, ഐ വാണ്ട് ടു കിൽ ദ ബാറ്റ്. ഇത് BW കേട്ടോ, ബഷീറിൻ്റെ വൈഫാണ്. ഓക്കെ, എനിക്കൊരു BL ആയിപ്പോയി, ശ്രദ്ധിക്കുക. ഓക്കെ, ഐ വാണ്ട് ടു കിൽ ദ ബാറ്റ്. അപ്പം വില്ലേജ് ലീഡർ പറയും ഓ മൈ ഗോഡ് ടു കിൽ ദ ബാറ്റ് ബട്ട് വൈ. അപ്പോൾ ബഷീറിൻ്റെ വൈഫ് പറയും ബിക്കോസ് ദേ ആർ വെരി അനോയിങ്, ദേ ഡിസ്ട്രോയിഡ് അവർ കോക്കനട്ട്, അല്ലേ അവർ ബാറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഞങ്ങളെ തേങ്ങയൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് അല്ലേ, തെങ്ങൊക്കെ നശിപ്പിച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ വില്ലേജ് ലീഡർ പറയും ദ ബാറ്റ്സ് ആർ അവർ ആൻസിസ്റ്റേഴ്സ്, ഡോണ്ട് യു നോ ദാറ്റ്, നിങ്ങൾക്കറിയില്ലേ ബാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആൻസിസ്റ്റേഴ്സാണ്. അപ്പം ബഷീറിൻ്റെ വൈഫ് പറയും ഓക്കെ നൗ ഐ അണ്ടർസ്റ്റുഡ്, വി വോണ്ട് കിൽ ദം. ഓക്കെ, എന്നിട്ട് വേണമെങ്കിൽ പറയാം ലെറ്റ് us ഗോ, ഞങ്ങളെ പോകാൻ അനുവദിക്കൂ, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു സോറിയൊക്കെ പറഞ്ഞിട്ട് ആ കോൺവെർസേഷൻ അവസാനിപ്പിക്കാം അല്ലേ. അപ്പം അത്രയേ ഉള്ളൂ, സിമ്പിളല്ലേ, വളരെ എളുപ്പമായിരുന്നു അല്ലേ. ഇപ്പോൾ സ്ക്രീൻ സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾ എഴുതിയെടുക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇവിടെ നമ്മളോട് എഡിറ്റ് ചെയ്യാനല്ലേ, ഇത് നമുക്കറിയാം, ഇതും ബഷീറിൻ്റെ ചാപ്റ്ററിലുള്ള 2 വരിയാണ് തന്നിട്ടുള്ളത്. അപ്പം എന്തൊക്കെയാണ് ABCDE, കുറച്ച് തെറ്റുകളുണ്ട്, അത് നമുക്ക് തിരുത്താം. അപ്പോൾ ഞാൻ മുകളിൽ എഴുതിയിട്ടുണ്ട് ദ ബട്ടർഫ്ലൈസ് ഫ്ലോട്ടഡ് അറൗണ്ട്, ഇന്നാണ് വേണ്ടത് കേട്ടോ. ഇൻ, ഇവിടെ ഓണിന് പകരം ഇന്ന് വേണം കേട്ടോ. ഇൻ ദ കോർട്ട്യാർഡ്, ഫ്ലാഷിങ്, ഇവിടെ എന്താ വേണ്ടത് ദെയർ കളേഴ്സ് എന്നാണ് വേണ്ടത് അല്ലേ. ഈ ദെയർ ഇങ്ങോട്ട് ഇടണം, കളേഴ്സ് ഇപ്പുറത്തും. ഓക്കെ, ദെയർ കളേഴ്സ്, ആദ്യം ദെയർ എഴുതിയിട്ട് പിന്നെ കളർ എഴുതുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എഴുതി, ഇന്നാണ് എൻ്റെ ഓപ്ഷൻ, ഇന്നാണ്. അടുത്തത് ദെയർ കളേഴ്സ് മാറ്റി എഴുതുക കേട്ടോ, ദെയർ കളേഴ്സ്. ഓക്കെ, അടുത്തതെന്താ ഇൻ ദ സൺലൈറ്റ്, ദെൻ ഇവിടെ സ്പെല്ലിങ് തെറ്റാണ്, ഞാനിവിടെ എഴുതിയിട്ടുണ്ട് COME അല്ല CAME, കെയിം. ദ ക്രോസിൻ്റെ സ്പെല്ലിങ് എന്താ, അവിടെ സ്പെല്ലിങ് ശരിയാണ്, പക്ഷേ നമ്മൾ എന്താ ചെയ്തത്, അവിടെ C ക്യാപിറ്റലാണ് അല്ലേ, അപ്പോൾ C നമ്മൾ എന്ത് ചെയ്യണം, സ്മോൾ ആക്കണം. ഓക്കെ, അത് ശരിയാക്കണം. അടുത്തത് റാക്കൂസിൻ്റെ സ്പെല്ലിങ് തെറ്റാണ്, അത് ഞാൻ താഴെ എഴുതിയിട്ടുണ്ട്, RAUCOUS അല്ലേ. അടുത്തത് കറക്റ്റ്, ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആദ്യത്തെ ഓപ്ഷൻ എൻ്റേത് എഴുതണം. അടുത്തത് B ആകുമ്പോൾ ദെയർ കളേഴ്സ് എന്ന് എഴുതണം, ഇവിടെ കളേഴ്സ് ദെയർ എന്നുള്ളത് മാറ്റി എഴുതണം. പിന്നെ കമ്മിൻ്റെ സ്പെല്ലിങ് തെറ്റാണ്. പിന്നെ ക്രോസിന് എന്താണ്, സ്മോൾ ലെറ്റർ C ആണ് എഴുതേണ്ടത് അല്ലേ, ചെറിയ C ആണ് എഴുതി കൊടുക്കേണ്ടത്. പിന്നെ റാക്കൂസിൻ്റെ സ്പെല്ലിങ്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഓക്കെ, ഞാനിവിടെ നമ്പർ ഇട്ടിട്ടുണ്ട്, ഇവിടെ ഒരു പപ്പി ഉണ്ട് അല്ലേ. ഓക്കെ, നോക്കാം. 1 സണ്ണി ആഫ്റ്റർനൂൺ, ഇവിടെ നമ്പർ ഉണ്ട്, നോക്കണം കേട്ടോ, അതിൻ്റെ ആ ഓർഡറിൽ നിങ്ങൾ എഴുതണം കേട്ടോ. 1 സണ്ണി ആഫ്റ്റർനൂൺ ജേക്ക് ഫൗണ്ട് എ പപ്പി ഇൻ ഹിസ് കോർട്ട്യാർഡ്. സൂൺ ജേക്ക് ഗേവ് ഇറ്റ് സം ഫുഡ് ആൻഡ് വാട്ടർ. ആദ്യം ഇത് വരും, അടുത്തത് ഇത് വരും. എന്നിട്ടോ ജേക്ക് ഡിസൈഡഡ് ടു ലുക്ക് ഫോർ ദ ഓണർ ബൈ പുട്ടിങ് അപ്പ് പോസ്റ്റേഴ്സ് അറൗണ്ട് ദി നൈബർഹുഡ് അല്ലേ. എന്നിട്ടോ ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് എ ലിറ്റിൽ ഗേൾ നെയിം ലില്ലി കോൾ ജേക്ക് സെയിങ് ഇറ്റ് വാസ് ഹെർ പപ്പി മാക്സ്. അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം ഒരു പെൺകുട്ടി വിളിക്കുകയല്ലേ, ലില്ലി വിളിച്ചിട്ട് പറയും അത് അവളുടെ പപ്പിയാണ്, പപ്പീൻ്റെ പേരെന്താ, മാക്സ് ആണെന്ന് പറയും. എന്നിട്ടോ
അപ്പം ജേക്ക് വാസ് ഹാപ്പി ടു റിട്ടേൺ മാത്സ് ടു ലില്ലി. അപ്പോൾ ജേക്ക് സന്തോഷമായി അല്ലേ, ജേക്കിന് സന്തോഷമായി മാത്സിനെ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട്, ലില്ലിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്നു. ഹു താങ്ക്ഡ് ഹിം വിത്ത് എ ബിഗ് സ്മൈൽ. ഓക്കെ, എന്നിട്ട് അവരെന്ത് ചെയ്തു, നന്ദി പറഞ്ഞു അല്ലേ. യെസ്. എന്നിട്ടോ ഫ്രം ദെൻ ഓൺ ജേക്ക് ആൻഡ് ലില്ലി ബിക്കെയിം ഫ്രണ്ട്സ്. അതിനുശേഷം ജേക്കും ലില്ലിയും ഫ്രണ്ട്സായി എന്നാണ് പറയുന്നത്. കണ്ടില്ലേ, നല്ല കഥയാണല്ലേ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. നമ്മളോടൊരു അനൗൺസ്മെൻറ്റ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇൻ ദി സ്റ്റോറി ദ ഗ്രെയിൻ ആസ് ബിഗ് ആസ് എ ഹെൻസ് egg. The king was curious to know about the large grain. He wanted to know if anybody knew about it. He also wanted to know when and where such a grain grew. He ordered his soldiers to make a public announcement. അപ്പോൾ ഒരു പബ്ലിക് അനൗൺസ്മെൻറ്റ് ഇവർ ചെണ്ട കൊട്ടി തയ്യാറാക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മളോട് ഇവരിങ്ങനെ പറയുന്നുണ്ട്, അവർ പറയുന്നത് പോലെ വേണം നമ്മൾ എഴുതാൻ അല്ലേ. അനൗൺസ്മെൻ്റ് ആകുമ്പോൾ ഒരാൾ പറയുന്നത് പോലെ വേണം നമ്മൾ എഴുതി ചേർക്കാൻ. അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പറയാം, ഹലോ എവ്രി വൺ, പ്ലീസ് ലിസൺ, എല്ലാവരും ശ്രദ്ധിക്കൂ. ദിസ് ഈസ് എൻ ഓർഡർ ഫ്രം അവർ ഗ്രേറ്റ് കിങ്. ഇത് രാജാവിൻ്റെ ഒരു ഓർഡറാണ് അല്ലേ. അവർ കിങ് ഫൗണ്ട് എ ബിഗ് ഗ്രെയിൻ ആസ് ഹാൻസ് എഗ്. നമ്മുടെ രാജാവിനൊരു ഗ്രെയിൻ കിട്ടിയിട്ടുണ്ട് അല്ലേ, വലിയൊരു ഗ്രെയിൻ കിട്ടിയിട്ടുണ്ട്. ഡസ് എനി വൺ നോ അബൌട്ട് ദ ഗ്രെയിൻ. ആർക്കെങ്കിലും അതിനെക്കുറിച്ച് അറിയോ, ഈ വലിയ ഗ്രെയിനെ കുറിച്ച്? ഹി വാണ്ട് ടു നോ മോർ അബൌട്ട് ദ ഗ്രെയിൻ. രാജാവിന് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെന്ന് പറയും. ഇഫ് യു നോ എനിത്തിങ് യു ക്യാൻ കം ടു ദ പാലസ് ആൻഡ് ഷെയർ യുവർ നോളജ് വിത്ത് കിങ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയെങ്കിൽ കൊട്ടാരത്തിലേക്ക് വന്നിട്ട് നമുക്ക് രാജാവായിട്ട് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്നാണ് പറയുന്നത്. ആൻഡ് യു വിൽ ബി റിവാർഡഡ്. നിങ്ങൾക്ക് എന്ത് കിട്ടും? അതിന് തക്കതായ ഗിഫ്റ്റ് കിട്ടും എന്നാണ് പറയുന്നത് അല്ലേ. യു വിൽ ബി റിവാർഡഡ്. താങ്ക് യു. ഇത്രയേ ഉള്ളൂ. ഇത് സിമ്പിളായിട്ടാണ് നമ്മൾ എഴുതിയിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. ഇതാണ് ഒരു രീതി കേട്ടോ. ഒരു ബോക്സിലൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അവസാനത്തെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് അല്ലേ. ഒരു സ്റ്റോറി നമ്മളോട് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. നല്ലൊരു ചിത്രമാണല്ലേ തന്നിട്ടുള്ളത്. നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം, ഒരു സ്റ്റോറി ആകുമ്പോൾ അതിനൊരു ഹെഡിങ് കൊടുക്കണം അല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹെഡിങ് കൊടുക്കാം കേട്ടോ. ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പു ആൻഡ് ബലൂൺ എന്ന് കൊടുക്കാനാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യം പോലെ കേട്ടോ, അല്ലെങ്കിൽ ബലൂൺ എന്ന് കൊടുക്കാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഞാനിവിടെ അപ്പു ആൻഡ് ബലൂൺ എന്ന് പറഞ്ഞിട്ടാണ് ഈ കഥ തുടങ്ങുന്നത്. നമുക്ക് കഥ ഒന്ന് നോക്കാം. സിമ്പിളായിട്ടുള്ളൊരു കഥ കേട്ടോ. വൺ ഡേ അപ്പു വെൻറ്റ് ടു ദ ബീച്ച് ആൻഡ് ഹീ നോട്ടീസ്ഡ് എ മാൻ സെല്ലിങ് ബലൂൺസ്. ഒരു ദിവസം അപ്പു ഇവിടെ പോയി, ബീച്ചിൽ പോയി. എന്നിട്ട് ഒരാളിങ്ങനെ ബലൂൺ വിൽക്കുന്നത് ശ്രദ്ധിച്ചു. ദെൻ അപ്പു ബോട്ട് എ റെഡ് ബലൂൺ. എന്നിട്ട് അപ്പു ഒരു റെഡ് ബലൂൺ മേടിച്ചു അല്ലേ. സഡൻലി ദ ബലൂൺ ഫ്ലൂ അവേ. സോ അപ്പു ബിക്കെയിം സാഡ്. പെട്ടെന്ന് തന്നെ ആ ബലൂൺ എന്തായി, പറന്നുപോയി. അപ്പോൾ അപ്പുവിന് ഭയങ്കര വിഷമമായി. ബട്ട് ദ ബലൂൺ സെല്ലർ ഗേവ് അനദർ റെഡ് ബലൂൺ. പക്ഷേ എന്താണ്, ആ ബലൂൺ വിൽക്കുന്ന ആൾ അപ്പുവിന് വേറൊരു റെഡ് ബലൂൺ കൊടുത്തു. ദെൻ അപ്പു ബിക്കെയിം ഹാപ്പി. അപ്പോൾ അപ്പുവിന് സന്തോഷമായി. അത്രയേ ഉള്ളൂ അല്ലേ, സിമ്പിളായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ്. താങ്ക് യു.